ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2025 എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു വർഷം ആവട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇത് ഞങ്ങൾ December 31 രാത്രി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വീട്ടിൽ കിച്ചൺ റെനോവേറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ രാത്രി ഇവിടെ വീട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ക്ലിനിക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഞങ്ങൾ ചെറുതായിട്ടൊരു ഗ്രില്ലിംഗ് ഒക്കെ ചെയ്ത് ഡിന്നറൊക്കെ സെറ്റാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഞങ്ങൾ ക്ലിനിക്ക് കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രില്ലിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കനലുണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ രണ്ട് ഓടി കളിക്കുന്ന വികൃതികളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണം. അവിടെയും ഇവിടെയും വീണിട്ടും അതുപോലെ തന്നെ ആ ഒരു തീയിൻ്റെ അടുത്ത് വന്ന് തൊട്ട് നോക്കാനൊക്കെ ഉള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിതാ കൈക്കൂലിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്ത് കുറച്ച് നേരം ഒതുക്കി. പിന്നെ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെനോവേറ്റ് ചെയ്തതിന് ശേഷം നല്ല രസമാണ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കാണിച്ചു കൊടുത്ത് എങ്ങനെയൊക്കെയോ ഒതുക്കി നിർത്തി ഞങ്ങൾ കനലൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കനലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ചിരട്ട കുറച്ച് നനവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കനലാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇവരിതാ ഇടയ്ക്കിടയ്ക്ക് പോയി ചോക്ലേറ്റ് ഒക്കെ കഴിക്കും. ഞങ്ങൾ സ്മൂച്ചോ എന്നൊരു അടിപൊളി സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ചോക്ലേറ്റ് സുനാമി എന്നാണ്. അവിടെ എല്ലാം അങ്ങനത്തെ ഓരോ പേരുകളാണ് കേട്ടോ. സുനാമി, ടൊർണാഡോ, എർത്ത് കേക്ക്, സൈക്ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കനലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ നമുക്ക് ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് കുറച്ച് പൊട്ടേറ്റോയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രില്ല് ചെയ്യാൻ. പിന്നെ ഞങ്ങളത് മാറ്റി സെക്കൻഡ് റൗണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ പൊട്ടേറ്റോ എന്ന് വിചാരിച്ചിട്ട് പൊട്ടേറ്റോ എടുത്ത് മാറ്റി. അങ്ങനെ നമ്മൾ ബിസ്മിൻ ചൊല്ലി നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ചിക്കനെ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം കനലായപ്പോൾ തന്നെ ഏകദേശം എല്ലാവരുടെയും വയറൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് വിശന്ന്. അപ്പം നമ്മൾ ഈ ഒരു ഫസ്റ്റ് വെച്ചതായി നമ്മൾ സെക്കൻഡ് ബാച്ചും കൂടെ വെച്ച് ഏകദേശം ഫുള്ള് ഗ്രില്ലായി വരുമ്പോഴേക്കും നമ്മൾ ഡിന്നർ മിക്കവാറും കഴിക്കുന്നത് 2025 അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കിച്ചൻ്റെ റെനോവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടൂറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സാധനങ്ങളൊക്കെ ഇതിനകത്ത് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം. അപ്പോൾ ഇതൊക്കെ ഇനിയൊന്ന് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ട്. ഓർഗനൈസ് ഒക്കെ ചെയ്തതിന് ശേഷം കിച്ചൺ ടൂർ കാണിച്ചു തരാം. നമുക്ക് തിരിച്ച് ഗ്രില്ലിലേക്ക് തന്നെ വരാം. ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. ഫുള്ളായിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഏകദേശം ഇപ്പം തന്നെ ഒരു 10-10:30 കഴിഞ്ഞിട്ടുണ്ട്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ലേറ്റ് ആയതാണ് മെയിൻ പ്രശ്നം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് എല്ലാവരും ഒക്കെ സംസാരിച്ചിരുന്ന് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. ഇപ്പോഴൊക്കെ ഇവിടെ വിശന്നിട്ട് ഇവിടെ പുറത്ത് വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ സ്മൂച്ചോ ഒന്ന് വാങ്ങിച്ച ആ ഒരു ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ചിക്കൻ റെഡി ആയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാനുള്ളൊരു ആവേശത്തിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ഫസ്റ്റ് ബാച്ചിൽ ഏകദേശം കുറച്ചൊക്കെ ആയപ്പോൾ ഞങ്ങൾ സെക്കൻഡിലുള്ള കുറച്ചും കൂടെ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടേറ്റോയും കൂടെ വെച്ചു കേട്ടോ. ഇന്നത്തെ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി എന്തായാലും ഫുള്ള് ഇവർ രണ്ടുപേരും ഏറ്റെടുത്തിരിക്കുകയാണ്, കാക്കും ഷഫാൻക്കയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആണ് കേട്ടോ. ജസ്റ്റ് നോക്കി നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എമിച്ചു അവിടെ സൈക്കിളൊക്കെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി മുറ്റത്ത് സൈക്കിൾ ഓടിക്കാനുള്ള പ്ലാനിലാണ് ആൾ. നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അവനിങ്ങനെ എല്ലാവരും പുറത്ത് കണ്ടിട്ട്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രിൽ ചിക്കൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ എടുത്തിട്ടുള്ളത് പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ മയണൈസും കെച്ചപ്പുമാണ്. അപ്പോൾ കഴിച്ചിട്ട് ഷഫാൻക്ക അടിപൊളിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് പുറത്ത് പോയി കഴിക്കട്ടെ. അവിടെയാണ് ഇന്ന് എല്ലാവരും കഴിക്കുന്നത്. നല്ല രസമുള്ളൊരു വൈബായിരുന്നു കേട്ടോ. അവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പൊക്കെ ആക്കിയപ്പോൾ അടിപൊളിയാണ്. പിന്നെ പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിക്കാൻ വേറെ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.